ഞാനീ കോവയ്ക്ക് അരിയാനോട് ഇരിക്കണേല് മുന്നേ നിന്നോട് പറഞ്ഞതാ സയൻസ് ബുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ. ഇത് മരുന്ന് കഴിയാറ. നീ എവിടെയായിരുന്നു ഈ നേരം വരെ? ചോദ്യമാണോ പറയണേ? കാണാണ്ട് പറയാൻ പോവാണോ? പിന്നെ അതോടെ മര്യാദക്ക് പഠിക്കുക. ഡീകാൻറ്റേഷൻ, ഫിൽട്രേഷൻ, ഇവാപറേഷൻ. ഈ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. ഇതില് കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പുപൊടി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ആ വെളിച്ചെണ്ണയിൽ ഇത് കിടന്ന് മൊരിയുമ്പോഴേ എന്നിട്ട് ഇതിന് കൈ കൊണ്ട് നന്നായി തിരുമ്പാട്ടാ. ഇങ്ങനെ തിരുമ്പുമ്പോൾ നമുക്കിപ്പോൾ മുളക് കുറവാ ഒക്കെ തോന്നുകയാണെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇടാം അല്ലേ? വേപ്പിൻ്റെ ഇല പൊട്ടിച്ചേ. രണ്ട് കതിര് മതി. മതി കഴുകി മതി. ഈ ടൈപ്പിൽ വെക്കുമ്പോ കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവരും കൂടി കഴിക്കും. ഇല്ല ചേട്ടാ, എനിക്ക് കോവക്കായ ഇഷ്ടം നടന്നില്ല ചേട്ടാ. പക്ഷെ സരിത ഈ ടൈപ്പ് വെക്കുമ്പോ ചോറ് കൂട്ടി മഴക്കടിക്കാൻ അടിപൊളി ടേസ്റ്റാ. വേണമെങ്കിൽ ഇതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നും ചെയ്യല്ലേ, അത് നേരെ അടുപ്പത്ത് ഇങ്ങനെ മൂടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്ര വേണ്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. തീ ഭയങ്കരമായിട്ട് കത്തണ്ട കേട്ടാ, നേരെ ഒരു ചൂട് കിട്ടിയാൽ മതി. ഒന്ന് ഇളക്കിയിടാട്ടാ. ഇനി കോവയ്ക്കാൽ തന്നെ ഒരു വെള്ളം ഉണ്ട്, അത് ഇങ്ങനെ ഇറങ്ങി വരും. നമ്മൾ ഉപ്പൊക്കെ പരത്തി വെച്ചേക്കണം ആരോണ്ടേ. നാലെണ്ണ ഇത് കൊണ്ടുപോവാ. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും ചേട്ടാ ഒരു മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കിയോ. കൂളിംഗ് ഗ്ലാസ് കോഴി കൂട്ടി കയറുന്നത് അല്ല, അതെന്താ ഈ ചെവി മോയിക്കേണ്ടത് പൊക്കി വെച്ചേക്കണം. അവിടെ ചാച്ചൻ ഓംലെറ്റ് അടിയിലേക്ക് ഉരുണ്ട് വീഴും. കഴുകണം. കോഴിമുട്ടി കോഴിക്കൂടി നിർത്തോണതല്ല, കൈയോടെ കഴുകണം. നിനക്ക് നീ കോഴിമുട്ട എടുത്തോണത് ഇഷ്ടമില്ലേ? കോഴിച്ചാത്ത കൂവുണ്ട്. സരിത കുളിച്ചിട്ട് വന്നപ്പോ രണ്ടും ഒരു ഓംലെറ്റിന് ഒരു 3-4 പച്ചമുളക് പൊട്ടിക്കുക. പിന്നെ സിമ്പിൾ ഓംലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കതിരി വേപ്പില,
നമ്മൾ കോഴിമുട്ട 4 പൊട്ടിച്ച് കപ്പിലാക്കിയിട്ടാ. പിന്നെ നമ്മുടെ വേപ്പിലയില്ലേ, ഈ സാധനം ഇതേ ഇതിലേണ്ട് പിച്ച് തുറക്കിയിടുക. സിമ്പിൾ പരിപാടിയുള്ള സാധനമാണ് കേട്ടത്. പിന്നെ നമ്മുടെ പച്ചമുളകില്ലേ, പച്ചമുളക് ഇതിങ്ങനെയുണ്ട് അരിഞ്ഞിടാം. ഇത് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിൽ കേട്ടാ, അതൊന്നും വേണ്ട വെച്ചിട്ടാ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടുക. തട്ടുകടക്കാരെ ഇളക്കണുണ്ട ഹൈ സ്പീഡ്. നമ്മുടെ ഈ ചട്ടിയിൽ ഇത്തി വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. ഇതിലാണ് ആക്കണത്. ഇതില് ഓംലെറ്റിന് ആക്കാറില്ല, എന്നാലും അടിപിടിക്കൊന്നും അറിയില്ല എന്നൊക്കെ. ഇതിലെന്താവോ അത് ഇത്തിരി കൂടി പറ്റാണ്ട് വറ്റി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊഴിക്കാം. ഒഴിക്കാൻ പോണോട്ടെ. ആയിട്ടില്ല, ആയി വരണല്ലോ. ഒഴിച്ചു, ഇനിയിപ്പോൾ ഒഴിക്കാനൊന്നും നിർത്തിയില്ല. ഇതിലേ ഇതിന് ഈ പിടുത്തല്ല. ഇനി പിന്നെ മറച്ചിടണം. നമ്മളിതിൻ്റെ അടി എങ്ങനെയുണ്ട് നമുക്ക് അറിയില്ല കേട്ടാ. കാരണം ഓ കണ്ട, അത് ഈ അടിവശത്ത് കണ്ട സെൻറ്റർ ഈ ചട്ടിയിലെ കുഴപ്പമാകുന്നുണ്ട്. എന്നാലും നല്ല മുരിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇനി തീയാക്കണില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്, വെളിച്ചെണ്ണപ്പം പോലെയുണ്ട്. നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടാ. ഈ സാധനം കരിഞ്ഞിട്ടുള്ളൂ നല്ലട്ടാ. അടിപൊളി സാധനം. മറത്തി വയ്ക്കണു. ഓംലെറ്റ് റെഡി കഴിഞ്ഞ പരിപാടി. ഇനി കുളിച്ച് വന്നിട്ട് ഒരു പൊട്ടിയിലുണ്ട്. ഈ ഓംലെറ്റിൻ്റെ പ്രത്യേകത അറിയോ? ഉപ്പൊഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലത്തെയാണ്. വെളിച്ചെണ്ണ അടക്കം. ചോറ്, പിന്നെ കോവക്കായ ഉപ്പേരി, നമ്മുടെ ഓംലെറ്റ്. വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗില്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടാ അട്ടപ്പാടിയിലേക്ക് പോയില്ലേ? അപ്പൊ പോയിട്ട് ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച തിങ്കളാഴ്ച ചേട്ടൻ വന്നത്. അപ്പൊ ഞങ്ങളെ കണ്ണംകുളങ്ങര കൊണ്ടാക്കിയിട്ടാണ് ചേട്ടൻ പോയത്. ഇത് വരുമ്പോ അമ്മ തന്നയച്ചതാണ് ഈ അച്ചാർ. അടിപൊളി മൂവാണ്ടൻ മാങ്ങിയില്ലേ, ചെത്തിയിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ നല്ല വെയിൽ കൊള്ളിക്കും. എന്നിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് ഉണ്ടാക്കണ അച്ചാറാ. ഭയങ്കര ടേസ്റ്റാണ്. ചോറിനായിരിക്കണേ. നമുക്ക് രണ്ടാൾ കൂടി ഒരു പീസ് മതി. അടിപൊളി. ഞങ്ങൾ കുളിച്ചു. ചേട്ടന് വേണം അച്ചാറ്? അച്ചാർ പോലത്തെ ചോറിന്റെ ഒപ്പം നീ വിളമ്പ്. അല്ല ചോദിച്ചതാ. സൂപ്പർ. എൻ്റെ ഇലക്ക് ഒരു വാട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മൂടി വെച്ചാണ്, കൂട്ടാൻ മൂടി വെച്ചാണ്. അതെ. സരിതയ്ക്ക് ക്ഷീണമുണ്ട്, അപ്പൊ നന്നായി ചോറാവാം. ഞാൻ 3-4 ദിവസം മതി ഇട്ടിട്ടില്ല. എപ്പോഴേക്കും മതി എന്ന് പറഞ്ഞല്ലോ. കുറച്ചും കൂടി ഉണ്ണണം, കുറച്ചും കൂടി ഉണ്ണണം. കോവക്കായ കൂട്ടാൻ. കഷ്ണം ഇതെനിക്ക്, ഇത് ജഗ്ഗൂന് കഴിക്കണം. ഇത് ചേട്ടന്. എടുത്ത് വെക്കണ ചേട്ടന് ഇതിന്ന് എടുത്ത് കഴിച്ചാ പോരെ? തൊട്ടടുത്തല്ലേ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങള് ചോറുണ്ണാൻ പോവാണ്.
ഇതോട് മാറ്റി വയ്ക്കാം. കഴിച്ചു തുടങ്ങിക്കോ. വേണമെങ്കിൽ എടുക്കണ്ടേ? ആ എടുക്കാം. നല്ല ചൂടാണ് ചോറ്. ഇതിങ്ങനെ കൂട്ടി മാറ്റി. ഇത്ര അധികം കോഴിമുട്ട എനിക്കിത് വേണ്ട, ആവശ്യമില്ല ചേട്ടാ. കുളിച്ചു കഴിഞ്ഞപ്പോഴേ നല്ല സുഖം, നല്ല കാറ്റ്, ഉഷാറല്ലേ തരേ തരേ. ചോറുണ്ട്, ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ചോറ് വർത്താൻ പറയുകയാണ്. പരത്തിടുക, കൈ കൊണ്ട് പരത്തിടും. അഭിനയിക്കല്ലേ അധികം, അത്രയ്ക്കധികം ചൂടൊന്നുമില്ല. രസം. പച്ചമുളക് വേണമെങ്കിൽ ഇടയ്ക്ക് കൂട്ടി കടിക്കാം. വേണ്ട വേണ്ട, അത് അച്ചാർ വേണമെങ്കിൽ എടുത്തു കേട്ടോ. അച്ചാർ ആ പച്ചമുളകിന് എരിവില്ല. കോഴിമുട്ട കഴിഞ്ഞിട്ടൊന്നും ചേട്ടാ. ആരാ പറഞ്ഞ കരിഞ്ഞൊന്നു? ആ കരിഞ്ഞ ഭാഗം ജഗ്ഗുന് കിട്ടി. കരിഞ്ഞതല്ല അത്, അല്ല ആ ചട്ടിയിലാകുന്നത് അതിന്റെ അടിവശത്തിൽ കുഴിഞ്ഞിട്ട് നിൽക്കുന്നത്, അവിടേക്ക് തീ കൂടുതൽ വരും. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആവുമ്പോഴേക്കും, അത് മറ്റേ വശമാവുമ്പോഴേക്കും ഇവിടേക്ക് ഇതിൽ ഇത് കയറുമ്പോൾ തന്നെ ഒരു പ്രതിഭാസം മാത്രമാണത്, കരിച്ചിലല്ല. അപ്പം നിർത്താം നമുക്ക്. അപ്പം നല്ല ഒരു ഉച്ച ദിവസം, നല്ല ഉച്ച ദിവസം എന്നല്ല, ഇവർക്ക് ഈ നീർവീഴ്ചയും കാര്യങ്ങളുള്ള കാരണം ഒരു ഷർവറുണ്ട്. കുളിച്ചില്ലേ ഒരു സുഖം ഉണ്ടാവില്ല, പനിയില്ലല്ലോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ. നന്ദി, നമസ്കാരം.